നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ചരിത്രപരമായ ഒരു നേട്ടം കൂടി. പൊക്രാനിലെ മരുഭൂമിയിൽ മുഴങ്ങിയത് വെറും പീരങ്കികളുടെ ശബ്ദമല്ല, മറിച്ച് ഇന്ത്യൻ സാങ്കേതിക വിദ്യയുടെ ആത്മവിശ്വാസമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ഫ്രഞ്ച് പ്രതിരോധ സംഘത്തെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ്. എന്താണ് പിനാക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം സവിശേഷമാകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ പരീക്ഷണവേളയിൽ പിനാക്കയുടെ കൃത്യതയും മാരകശേഷിയുമാണ് ഫ്രഞ്ച് പ്രതിരോധ വിദഗ്ധരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. പൊക്രാൻ ഫയറിംഗ് റേഞ്ചിൽ വെച്ച് നടത്തിയ പരീക്ഷണത്തിൽ നിശ്ചയിച്ച ലക്ഷ്യസ്ഥാനങ്ങളിൽ അതിശയിപ്പിക്കുന്ന കൃത്യതയോടെയാണ് പിനാക്ക റോക്കറ്റുകൾ പതിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി നൂതന ആയുധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. എന്നിട്ടും ഇന്ത്യയുടെ ഈ തദ്ദേശീയ നിർമ്മിതി അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി എന്നത് വലിയൊരു അംഗീകാരമാണ്. ആധുനിക യുദ്ധക്കളത്തിൽ പെട്ടെന്നുള്ള നീക്കങ്ങൾക്കും ശത്രുക്കളുടെ ഒളിത്താവളങ്ങൾ തകർക്കുന്നതിനും പിനാക്ക എത്രത്തോളം ഫലപ്രദമാണെന്ന് ഈ പരീക്ഷണം തെളിയിച്ചു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO വികസിപ്പിച്ച പിനാക്ക ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ വലിയൊരു പ്രദേശത്ത് തീമഴ പെയ്യ്ക്കാൻ ശേഷിയുള്ള മാരകായുധമാണ്. മിനിറ്റുകൾക്കുള്ളിൽ കിലോമീറ്ററുകളോളം നീളുന്ന ശത്രു നിരയെ തകർക്കാൻ ഇതിന് കഴിയും. ഏത് ദുർഘടമായ ഭൂപ്രദേശത്തും അതിവേഗം എത്തിപ്പെടാനും ആക്രമണം നടത്തി മടങ്ങാനും ഇതിന് സാധിക്കും. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പൂർണ്ണമായും ഇന്ത്യയിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഇത് വിദേശ ആയുധങ്ങളെ ആശ്രയിക്കുന്നതിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രതിരോധ സംഘത്തിൻ്റെ സന്ദർശനവും അവരുടെ പ്രശംസയും വെളിപ്പെടുത്തുന്നത് ഒന്ന് മാത്രമാണ്: ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക വിദ്യ ഇന്ന് ആഗോള നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ആയുധ കയറ്റുമതിയിൽ വരും വർഷങ്ങളിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയാണിത്. വരും കാലങ്ങളിൽ പിനാക്ക അന്താരാഷ്ട്ര വിപണിയിലും വലിയ സ്ഥാനം പിടിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.